ചേരാനല്ലൂരിൽ വാടക കെട്ടിടത്തിൽ തടങ്കലിൽ പാർപ്പിച്ച 7 ഇതര സംസ്ഥാനക്കാരെ രക്ഷപ്പെടുത്തി. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവരെ കണ്ടെത്തിയത്. കാനഡയിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. തടവിൽ പാർപ്പിച്ചവരെ ഭീഷണിപ്പെടുത്തി കാനഡയിൽ എത്തി എന്ന പേരിൽ വീഡിയോ ചിത്രീകരിച്ച് വീട്ടുകാർക്ക് അയച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി അബ്ദുൾ റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേസിൽ 11 പ്രതികളാണുള്ളത്. റാംഷാ CP കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. റാംഷാ, തട്ടിപ്പിന്റെ എന്തൊക്കെ വ്യത്യസ്ത മുഖങ്ങളാണല്ലേ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ജോലി വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പിന്റെ വാർത്തയൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കാറുണ്ട്. ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്നതൊക്കെ പലരും നടത്തുന്നുണ്ട്. അതിന്റെ വാർത്തകൾ ദിനംപ്രതി വരുന്നുണ്ട്. ഇതിപ്പോൾ പണം തട്ടിയെന്ന് മാത്രമല്ല, ഇവരെ എല്ലാം ഒരു വീട്ടിൽ കൊണ്ടുവന്ന് തടങ്കലിൽ പാർപ്പിക്കുകയാണ്. ഇത്രയും ദിവസം അവരെ മാനുഷികമായി പീഡിപ്പിക്കുകയായിരുന്നു. മാത്രമല്ല, ഒരു ഫ്ലെക്സ് ബാക്ക്ഗ്രൗണ്ടിൽ കെട്ടി വീട്ടുകാരെയും പറ്റിച്ചു. ആരാണ് ഈ ബുദ്ധി കേന്ദ്രം ഇതിന് പിന്നിലെ? ആര്യ, ചേരാനല്ലൂർ മുണ്ട്യത്ത് റോഡിലുള്ള ഒരു വാടക കെട്ടിടത്തിൽ 7 ഇതര സംസ്ഥാനക്കാർ തടവിൽ പാർപ്പിച്ചിരിക്കുന്നു എന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ചേരാനല്ലൂർ പോലീസ് ഈ സംഭവ സ്ഥലത്തെത്തുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് അവശ നിലയിൽ ഈ 7 പേരെ ഇവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്തത്. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വലിയൊരു തട്ടിപ്പിന്റെ കഥ പുറത്തു വരുന്നത്. അതായത് കാനഡയിൽ ജോലി ശരിയാക്കി നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് 30 ലക്ഷം രൂപ വീതമാണ് ഓരോരാളുടെയും കയ്യിൽ നിന്ന് ഈ 11 അംഗ സംഘം വാങ്ങിയെടുത്തത് എന്നതാണ്. ഇതിനുശേഷം ഈ ജോലി തരാം, കാനഡയിലേക്ക് കയറ്റിവിടാം എന്ന് അറിയിച്ചിട്ടാണ് ഇവരെ വീട്ടിൽ നിന്നും വിളിച്ചു വരുത്തുകയും പിന്നീട് ചേരാനല്ലൂരിലെ ഒരു വാടക കെട്ടിടത്തിൽ തടവിൽ പാർപ്പിക്കുകയും ചെയ്തത്. എന്ന് മാത്രമല്ല, പിന്നീട് കാനഡയിലെ പല സ്ഥലങ്ങളുടെയും ഫോട്ടോ ഉള്ള ഫ്ലെക്സുകൾ അടിച്ചു വെച്ച് ആ ഫ്ലെക്സിന് മുന്നിൽ ഇവരെ നിർത്തി, ഓരോരുത്തരെയും നിർത്തി ഫോട്ടോ എടുക്കുകയും ഈ ഫോട്ടോ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ഞങ്ങൾ കാനഡയിലെത്തി എന്ന് ഇവരെ കൊണ്ട് തന്നെ ഈ ഫ്ലെക്സിന് മുന്നിൽ നിർത്തി പറയിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ ചിത്രീകരിക്കുന്നു. ആ വീഡിയോ പിന്നീട് വീട്ടുകാർക്ക് അയച്ചു നൽകുന്നു. അത്തരത്തിൽ വീട്ടുകാരെയും പറ്റിക്കുന്നു. ഇങ്ങനെ ക്രൂരമായ നിലയിലുള്ള ഒരു പറ്റിപ്പിന്റെ കഥയാണ് ഇന്ന് പുറത്തു വന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിലെ ഒരു 11 പേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. ഇതിൽ ഒരു മുഖ്യപ്രതിയായിട്ടുള്ള വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ അബ്ദുൾ റഹീമിനെ ഇന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നും പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഇയാളുടെ കയ്യിൽ നിന്നും 1 ലക്ഷം രൂപയും അതോടൊപ്പം ഈ തടവിൽ കഴിഞ്ഞിരുന്ന ഇതര സംസ്ഥാനക്കാരുടെ ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ്, അതുപോലെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളും ഇയാളുടെ കയ്യിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഏതായാലും ഇയാളെ പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റ് പ്രതികൾക്കായുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമായി നടക്കുകയാണ്. ആര്യ, ഓക്കെ, റാംഷാ CP ആണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും മറ്റ് പ്രതികൾക്കായുള്ള അന്വേഷണവും ഇപ്പോൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്.